ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കുള്ളൊരു പേഴ്സണൽ റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. അതും പ്രത്യേകിച്ച് ഈ വരാൻ പോകുന്ന 2025 എന്തെല്ലാമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ ഒരു കോമൺ എനർജി, അതായത് നിങ്ങളുടെ ഒരു പൊതു സ്വഭാവവും കൂടി നമ്മളിവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയും കടന്നു പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും മനുഷ്യരുടെ ലൈഫിൽ സന്തോഷവും അതുപോലെ തന്നെ ദുഃഖങ്ങളും എല്ലാം ഉണ്ടാവാറുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസിഡൻസ് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദൈർഘ്യം വളരെ കുറവായിരിക്കും. അതേസമയം മാനസികമായിട്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്ന, ടെൻഷൻ അടിപ്പിക്കുന്ന, പിരിമുറുക്കങ്ങൾ തരുന്ന അനുഭവങ്ങൾ വളരെ നീണ്ടു നിൽക്കുന്ന, ലോങ് ലാസ്റ്റിംഗ് നമ്മൾ പറയുന്നത് പോലെ നിൽക്കുന്ന അനുഭവങ്ങളായിരിക്കും. അതായത് സന്തോഷത്തിൻ്റെ ദൈർഘ്യം വളരെ കുറവും അതുപോലെ തന്നെ ദുഃഖങ്ങളുടെയും വിഷമങ്ങളുടെയും ദൈർഘ്യം വളരെ കൂടുതലുമായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് പുറത്തൊരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്നോ അറിഞ്ഞിട്ട് സംസാരിക്കുന്നവരായിരിക്കണം എന്നില്ല. കാരണം നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങൾ മാക്സിമം മനസ്സിൽ ഒതുക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കണം. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ ഇതെല്ലാം ചിലപ്പോൾ എല്ലാവരോടും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ പുറമേ നിന്നുള്ള ഒരാൾ നിങ്ങളെ ജഡ്ജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവർ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്നുള്ളൊരു രീതിയിലൊക്കെ ആയിരിക്കാം മറ്റുള്ളവർ നോക്കിക്കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു മാനസിക ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കടന്നു വന്നിട്ടുള്ള വഴികൾ എത്രത്തോളം ബുദ്ധിമുട്ടേറിയതാണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രം അറിയുന്നൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നില്ലെന്നുണ്ടെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് നിങ്ങളോടൊരു ഇഷ്ടം തോന്നുന്ന, അല്ലെങ്കിൽ കുറച്ചധികം സമയം സംസാരിക്കാനായിട്ടൊക്കെ ആൾക്കാർക്ക് തോന്നുന്ന തരത്തിൽ പെരുമാറുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതായത് വളരെ അട്രാക്റ്റീവ് ബിഹേവിയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തികൾക്കോ എല്ലാം നിങ്ങൾ അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ മെൻറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ ആയിരിക്കാം മുന്നോട്ട് പോകുന്നത്. പക്ഷേ നിങ്ങളുടെ വിഷമങ്ങളോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ തുറന്ന് പറയാനായിട്ട് ഒരു വിശ്വസ്ത സുഹൃത്തോ അങ്ങനെ ആരും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഒരുപാട് പേരുടെ കാര്യങ്ങൾ അറിയാവുന്ന അല്ലെങ്കിൽ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ട് നിങ്ങൾ ചിലപ്പോൾ സമൂഹത്തിൽ മുന്നോട്ട് പോകുന്നത് ആ ഒരു തരത്തിലായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്രയും ഒരു സ്ട്രെസ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ പോലും നിങ്ങളത് നിങ്ങളുടെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് വെച്ച് പുറമേ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുൻപിൽ എനിക്കൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളില്ല എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും ലൈഫിൽ നിങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കൊരു അത്ര പോസിറ്റീവായിട്ട് തോന്നണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പേഴ്സൻ്റെ നന്മ ഉദ്ദേശിച്ചായിരിക്കാം, നിങ്ങളുടെ സുഹൃത്തായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണർ ആയിക്കോട്ടെ, ആരോടാണെന്നുണ്ടെങ്കിലും ആ ഒരു നല്ല ഇൻറ്റൻഷനിലാണ് നിങ്ങൾ പറയുന്നതെങ്കിലും അത് ചിലപ്പോൾ കാലക്രമേണ നിങ്ങളിലേക്ക് തിരിഞ്ഞു വരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സത്യസന്ധമായ ഉദ്ദേശം അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ പറയാനോ, അതായത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാനുള്ളൊരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഉണ്ടായതായിട്ട് തന്നെ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ പൊസസീവായിട്ടുള്ളൊരു പേഴ്സണും കൂടിയാണ്. അതായത് നിങ്ങളുമായിട്ട് അത്രയും അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ, നിങ്ങളുടെ ഒരു ബെസ്റ്റി എന്നൊക്കെ പറയുന്ന പോലെ അത്രയും അടുത്ത സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ വൈഫിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലവറിനോടോ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് പൊസസീവ്നെസ് ഉണ്ടാവാം. അതായത് മറ്റൊരു കാര്യങ്ങളിലും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത്രയും സ്നേഹിക്കുന്ന വ്യക്തികളെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ അത്രത്തോളം പൊസസീവ്നെസ് ആണ്, ഓവറായിട്ട് നിങ്ങൾ അവരെ ചിലപ്പോൾ കെയർ ചെയ്യുന്നുണ്ടാവും. അതായത് ഒരു വ്യക്തി അർഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് നിങ്ങൾക്ക് തന്നെ ഒരു തിരിച്ചടിയായിട്ട് വന്നതായിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ടും പാസ്റ്റിലും അതുപോലെ തന്നെ ഫ്യൂച്ചറിലും ജീവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് പ്രസൻറ്റിൽ നിങ്ങൾ ജീവിക്കുന്നത് വളരെ കുറവാണ്. അതായത് നിങ്ങളുടെ പാസ്റ്റിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കുന്നതായിട്ട് കാണാം. ഒരുപാട് നിങ്ങളെ വിഷമിപ്പിക്കുന്ന ചില ഇൻസിഡൻസ് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടാവാം.
അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങൾ ഓർക്കുന്നു. ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തും അതുപോലെ തന്നെ ഒരുപാട് ആങ്സൈറ്റി നിങ്ങൾക്കുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള ഈ ഒരു നമ്മളുടെ ആ ഒരു കറന്റ് സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഇന്നിൽ സന്തോഷം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാനസികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നിങ്ങളൊരു തരത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ടുമുണ്ട്. നമ്മൾ മീനൊക്കെ വഴുതി പോവാന്ന് പറയുന്നത് പോലെ ഒരുപാട് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജി തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ പലപ്പോഴും നിങ്ങൾക്കത് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും അത്രയും തീക്ഷ്ണമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ കരുതുന്നതിനേക്കാളും അപ്പുറമായിട്ട് മാനസികമായിട്ട് ധൈര്യമുള്ളൊരു പേഴ്സൺ ആണെന്ന് നിങ്ങൾ പോലും തിരിച്ചറിയുന്നത് അങ്ങനെയുള്ള ഇൻസിഡൻസ് വരുന്ന ഒരു അവസരത്തിലായിരിക്കാം. അതായത് പലപ്പോഴും നിങ്ങളുടെ ഒരു കേപ്പബിലിറ്റി നിങ്ങൾ തിരിച്ചറിയാതെ ആയി പോകുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പോലും നിങ്ങളുടെ ഒരു കഴിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവണം എന്നില്ല. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ ഈസി ആയിട്ട് വന്നു ചേരേണ്ടുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ വളരെ വൈകിയ വേളയിലായിരിക്കാം വരുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾ നേരത്തെ ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കാം. അത് ചിലപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നീട് ഒരുപാട് നാളുകൾ കഴിഞ്ഞ് ആ ഒരു ആഗ്രഹമൊക്കെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ മറന്നു പോകുമ്പോഴായിരിക്കാം വീണ്ടും ലൈഫിലേക്ക് കയറി വരിക. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ആ ഒരു സമയത്ത് കിട്ടാതെ പിന്നീട് എപ്പോഴോ ഒരു വൈകിയ വേളയിൽ നമ്മളിലേക്ക് കയറി വരിക എന്ന് പറയുന്നത് പോലെയുള്ളൊരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് പലതും കിട്ടുന്നില്ല. പിന്നീട് നമ്മളതെല്ലാം ഒന്ന് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നമ്മൾ പോലും മറന്നുപോയി എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ നമ്മളിലേക്ക് കിട്ടുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം ചിലപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം അനുഭവിക്കാൻ പറ്റണമെന്നില്ല. അതുപോലെ തന്നെ നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷൻ എന്നുള്ള രീതിയിലെല്ലാം ചിന്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ദൃഢമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്നിട്ടുണ്ടാവാം. അതൊരു പക്ഷേ നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയായിരിക്കാം, നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ഒരു പേഴ്സൺ ആയിരിക്കാം, ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ വൈകിയ വേളയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അത്രത്തോളം നിങ്ങളുടെ മനസ്സിനകത്ത് അത്രയും ഡീപ്പായിട്ട് പതിഞ്ഞ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ അത്രയും നിങ്ങളുമായിട്ട് ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെ നിങ്ങളുമായിട്ട് ബോണ്ട് ചെയ്ത് നിന്നിട്ടുള്ള ഒരു ബന്ധം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. തീർച്ചയായിട്ടും ആ ഒരു സന്തോഷവും കാര്യങ്ങളും അധികം നാളെ നീണ്ടു നിൽക്കണം എന്നില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളിനകത്തും ഇതുപോലെ തന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ മൊത്തത്തിൽ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളുടെ മനസ്സിൽ അഗാധമായിട്ടുള്ള ഒരു കുറ്റബോധം ഉണ്ടാവാം. അത് ഒരു പക്ഷേ നിങ്ങൾ മനസ്സറിയാതെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും തെറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള തെറ്റുകളായിരിക്കാം. പക്ഷെ പിന്നീട് നിങ്ങൾക്കത് ശരിയല്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത്രയും നേർവഴിയായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ സാഹചര്യവശാലും നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകളായിരിക്കാം. അപ്പോൾ എന്തൊക്കെയോ ഒരു കുറ്റബോധം നിങ്ങളുടെ മനസ്സിനകത്ത് തീർച്ചയായിട്ടും കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവുന്ന പല ഫീലിങ്സിൽ ഈ ഒരു കുറ്റബോധം ഒരു പ്രധാന കാരണം തന്നെയാണ്. അതായത് പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഇന്നിൽ ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല. ഒരുപാട് ചിന്തിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരുപാട് ആലോചിച്ച് കൂട്ടുന്ന ഒരു പേഴ്സൺ, ഇതുപോലെ തന്നെയുള്ള ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉള്ളിൽ കിടക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ് ആകെ അസ്വസ്ഥതപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരണം എന്ന് ആഗ്രഹമുണ്ട്, പുറത്ത് വരാനായിട്ട് ചില സിറ്റുവേഷനിൽ കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ വീണ്ടും പഴയ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടും കാണാം. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നിങ്ങളുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അമിതമായിട്ടുള്ള ഒരു ഉത്കണ്ഠ, അല്ലെങ്കിൽ ആ ഒരു ഇന്ന് എന്ന് പറയുന്ന ഒരു പ്രസൻറ്റിൽ ജീവിക്കാതെ പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുക, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു മുന്നോട്ട് പോക്കിനെ ഒരുപാട് തടസ്സപ്പെടുത്തുന്നതായിട്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പൊസസീവ്നെസ്, നിങ്ങളോട് അത്രയും അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ അത്രയും നിങ്ങൾ ഡീപ്പായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന ഒരു അവഗണന പോലും നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഓവറായിട്ട് അവരെ ശ്രദ്ധിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകൾ കെട്ടിപ്പൊക്കുന്നത് കൊണ്ടായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ഒരുപാട് പരാജയം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ വിഷമിപ്പിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ട് വിശ്വസിച്ച വ്യക്തിയിൽ നിന്ന് നമുക്ക് ചതി പറ്റുന്നൊരവസ്ഥ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്.
അപ്പോൾ നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടേതായിട്ടുള്ള ചില പോരായ്മകളായിട്ട് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ കറൻ്റ്ലി പോലും ഇവിടെ നിങ്ങളുടെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതോ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ്. നിങ്ങൾക്ക് ഉറച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ മനസ്സ് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. എന്ത് വേണം, മുന്നോട്ട് എന്ത് വേണം എന്നറിയാതെ ഒരു ഇൻഡിസിഷനിൽ നിൽക്കുന്നൊരവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തുള്ള ഒരു ആങ്സൈറ്റിയാണ്. ആ ഒരു കാര്യം നിങ്ങളെ ഒരുപാട് അലട്ടുന്നത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ സാധിക്കാത്തതെന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു 2025 അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ ഒരു നിയർ ഫ്യൂച്ചറിലേക്കുള്ള കാര്യം നോക്കുമ്പോൾ ഓൾറെഡി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരുപാടുള്ള ആ ഒരു എക്സ്പീരിയൻസസും കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു അവയർനെസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് വന്നിട്ടുള്ള ഒരു പേഴ്സണാണ്. പക്ഷെ നിങ്ങളുടെ പലപ്പോഴും മെൻ്റൽ കേപ്പബിലിറ്റി കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് ഒരുപാട് സമ്മർദ്ദം നിങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു അവയർനെസ്, പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു അവയർനെസ് ചിലപ്പോൾ ഈ ഒരു 2024 നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പല കാര്യങ്ങളിലും, ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ, നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നുള്ള കാര്യങ്ങളായിക്കോട്ടെ, പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയൊരു വർഷമായിരുന്നിരിക്കാം ചിലപ്പോൾ ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തതായിട്ടുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാനും, അല്ലെങ്കിൽ ചില വ്യക്തികളെ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളൊരു വർഷമായിരിക്കും. അപ്പോൾ ആ ഒരു അവയർനെസ് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ചിലപ്പോൾ ഫിനാൻഷ്യലി ഉള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഒരു പണം കടം കൊടുത്തതായിരിക്കാം. അത് ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. ഒരുപാട് ചോദിച്ച് മടുത്തിട്ട് നിങ്ങൾ തന്നെ നിർത്തിപ്പോയിട്ടുള്ള കാര്യമായിരിക്കാം. അപ്പം അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില കാര്യങ്ങൾ വീണ്ടും നമ്മളിലേക്ക് തിരിച്ചു വരിക. അതുപോലെ തന്നെ പുതിയ ചില കാര്യങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ഒരു ബിസിനസ്സൊക്കെ പ്ലാൻ ചെയ്തിരുന്ന വ്യക്തികളാണ്, പൈസയുടെയൊക്കെ ഷോർട്ടേജ് കൊണ്ട് നടന്നിട്ടില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കൊണ്ട് ചിലപ്പോൾ നടക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ പുതിയൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില ഓഫേഴ്സ് വരുന്നതാണ്. ഇനി മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാംസ് ഒക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആ ഒരു നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക. അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാനായിട്ട് തീർച്ചയായിട്ടും സാധ്യതയുള്ള ഒരു വർഷം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ആരംഭത്തിലെല്ലാം ചിലപ്പോൾ നിങ്ങൾ ആ ഒരു മൗഢ്യാവസ്ഥയിൽ പോവുകയോ, അല്ലെങ്കിൽ ചിലപ്പോൾ വിചാരിച്ച റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ലെന്ന് വിചാരിച്ച് നിരാശപ്പെടുകയോ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാരണം വിഷമങ്ങൾ അനുഭവിക്കുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാതെ കുഴങ്ങിയിരിക്കുന്ന ഒരവസ്ഥ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം തന്നെ ഒരു ഇൻഡിസിഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ കൊണ്ട് ഒന്ന് മൗഢ്യപ്പെട്ട്, അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം പോയ പോലെയൊക്കെയുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കയറി വരാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലൈഫിൽ അത്രയും ആ ഒരു വിഷമത്തിലിരിക്കുന്ന ഒരു അവസരത്തിൽ തന്നെ പുതിയതായിട്ടുള്ളൊരു തുടക്കം എന്ന് പറയുന്നത് പോലെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിലേക്ക് പുതിയ കുറേ എനർജീസ് കൊണ്ടുവന്ന് തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മൗഢ്യാവസ്ഥ മാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് പല കാര്യങ്ങളിലും ഒരു മന്ദത അനുഭവിച്ച് വളരെ ഒരു സ്ലോയിങ് എനർജിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നത് കാര്യങ്ങൾ ആ ഒരു ഫാസ്റ്റിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആക്ഷനിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ചിലപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് ഒന്നും ഇല്ലാതെ തണുത്തുറഞ്ഞ് കിടന്ന ചില കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വീട് പണിയാനായിട്ട് ആഗ്രഹിച്ചിട്ട് അത് പാതി വഴിക്ക് ഇട്ടിട്ട് പോയ വ്യക്തികളായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങി വെച്ചിട്ട് ഒന്നും അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ള രീതിയിൽ വളരെ അങ്ങോട്ട് എഴഞ്ഞു വലിഞ്ഞു പോയിരുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റം സംഭവിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പോലും ഓർക്കാതെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതിനെല്ലാം ഒരു പുത്തൻ ഉണർവ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു വീണ്ടെടുത്തുനിന്ന് എണീക്കാൻ സാധിക്കുന്നൊരവസ്ഥ. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആരോഗ്യ കാര്യങ്ങളിലായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരുപാട് അസുഖങ്ങളൊക്കെ അലട്ടിയിരുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി അലട്ടുന്ന ചില രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ചിലർക്ക് ഒരു നിത്യമായിട്ടുള്ള ഒരു തലവേദന പോലെയുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ ചിലർക്കാണെന്നുണ്ടെങ്കിൽ എണീറ്റ് നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ, അതുപോലെ നമ്മളെപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ചില അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെയുള്ള ഒരു അസുഖങ്ങളൊക്കെ മാറില്ല, അല്ലെങ്കിൽ ഞാനിനി ഇതും വെച്ചുകൊണ്ട് തന്നെ നടക്കണോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്നിടത്തുനിന്ന് ഒരു നല്ല ചേഞ്ച്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പുത്തൻ ഉണർവെന്ന് പറഞ്ഞത് ഇവിടെയും നമുക്കത് ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഹെൽത്ത് വൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരു ലോ എനർജിയിലേക്ക് പോയിട്ട് അവിടെ നിന്നൊരു ചേഞ്ച് സംഭവിക്കുന്ന ഒരവസ്ഥ, മാനസികമായിട്ടും ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ചിലപ്പോൾ ഒരുപാട് കാലമായിട്ട് മാറി നിന്ന വ്യക്തികളുമായിട്ട് വീണ്ടും ഒന്ന് കൊളാബ് ചെയ്യാനുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്.
അതായത് വീണ്ടും ഒന്ന് അവരുമായിട്ട് ഒത്തുകൂടാൻ അല്ലെങ്കിൽ ഒരുമിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനെല്ലാം സാധിക്കാൻ പറ്റുന്നൊരു ടൈം തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ജോബ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് പേരായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ടീം വർക്ക് ആയിട്ടൊക്കെ പോകേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തെല്ലാം നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനായിട്ടൊക്കെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് പല കാര്യങ്ങൾ കൊണ്ട് നടക്കാതിരുന്നൊരു പേഴ്സണാണ്, ചിലപ്പോൾ അവിടെ ഒരു ജോബ് അന്വേഷിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പം അങ്ങനെയുള്ള പേഴ്സൺസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വിദേശത്തേക്ക് പോകാനുള്ളൊരു യോഗം എല്ലാം നിങ്ങൾക്ക് ഉള്ളൊരു ടൈം തന്നെയാണ്. അതുമാത്രമല്ല ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ചില റിലേഷൻഷിപ്സ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. പുതിയ ചില സുഹൃത്തുക്കളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ലൈഫ് പാർട്ട്ണർ എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്ന ചില വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ പുതിയ വ്യക്തികളെ നിങ്ങൾ പരിചയപ്പെടുന്നതായിരിക്കാം. ഒരു പുതിയ വ്യക്തികളുടെ ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ നമ്മളോട് സൂക്ഷിക്കേണ്ട കാര്യം, നിങ്ങളുടെ ജോബ് വൈസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഓഫേഴ്സ് എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ തെറ്റുപറ്റരുത് എന്നുള്ളൊരു കാര്യം നമ്മളോട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ വളരെ ആലോചിച്ചും സൂക്ഷ്മതയോടും കൂടി ചെയ്യുക. തെറ്റുപറ്റാനും സാധ്യതയുള്ളൊരു സമയം തന്നെയാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അകന്നു നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അവരുമായിട്ടുള്ള ഒരു റീകൺസിലിയേഷനൊക്കെ ആഗ്രഹിച്ച് കഴിയുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണായിട്ട് നിങ്ങളിലേക്ക് വരിക, അല്ലെങ്കിൽ ആ ഒരു റീയൂണിയൻ തീർച്ചയായിട്ടും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ടൈം തന്നെയാണ്. ഇനി വേറെ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്, ആ ഒരു ഫെയിമും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. നിങ്ങളാകെ ഒരു ഡൗൺ സിറ്റുവേഷനിലാണ്, നിങ്ങൾ വിചാരിച്ച ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അതിനെല്ലാം ഒരു മാറ്റം വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നാലാളുകളുടെ മുന്നിൽ അറിയപ്പെടാനുള്ള ഒരു സാധ്യത, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫെയിം, ആ ഒരു പ്രശസ്തി എല്ലാം നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ടുള്ള ഒരു ടൈമും കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസസിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ ഒരു ലെസൺസ് ഒരിക്കലും മറക്കാതിരിക്കുക. ഇപ്പോൾ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ഓഫേഴ്സായിട്ട് ആരെങ്കിലും വരുന്നു, അല്ലെങ്കിൽ പഴയ വ്യക്തി വീണ്ടും ഒരു റീകൺസിലിയേഷൻ വരുന്നു, ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചാലും, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് മോഹിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പോലും എല്ലാത്തിലും ഒരു ജാഗ്രത വേണം. അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ എപ്പോഴും പാഠമായിട്ടിരിക്കേണ്ടുന്ന ഒരു ടൈം തന്നെയാണ്. നമ്മൾ വീണ്ടും നമ്മളിലേക്ക് പുതിയ കാര്യങ്ങൾ വന്നു എന്ന് വിചാരിച്ചിട്ട് വളരെ ലേസി ആയിട്ട് വിടാതെ തീർച്ചയായിട്ടും ആ ഒരു കണ്ണിലൂടെ മാത്രം, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ആ ഒരു ജാഗ്രതയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഗാഡ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് നാളുകളായിട്ട് കോടതി വ്യവഹാരത്തിലൊക്കെ പെട്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്. നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും ഇല്ലാതെ വളരെ ലാഗ് അടിച്ചു പോകുന്ന ഒരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ആ ഒരു ജസ്റ്റിസ് കിട്ടുന്നതായിട്ട് കാണാം. ഇനി അതേപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു കാര്യത്തിലല്ലാന്നുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നടന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു നീതി ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു കർമ്മയ്ക്ക് അനുസരിച്ചുള്ള ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു വർഷം തന്നെയാണ് കടന്നു വരാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ കുറച്ച് ഒരു അലേർട്ടായിട്ടിരിക്കുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ ആ ഒരു സെൽഫ് കോൺഫിഡൻസിലേക്ക് വരുന്നൊരവസ്ഥ, അതായത് നിങ്ങളുടെ കഴിവെന്താണ് എന്ന് തന്നെ നിങ്ങൾ തന്നെ റിയലൈസ് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരവസ്ഥയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. പല കാര്യങ്ങളും കൊണ്ടൊരു ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സമയം തന്നെയാണ്. പ്രത്യേകിച്ച് കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലിയൊക്കെ ബുദ്ധിമുട്ടിയിരുന്ന അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നുള്ളതാണ്. മറ്റാരെയും ആശ്രയിക്കാതെ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് തന്നെ വളരെ സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വർഷമായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. ആ ഒരു അറ്റ് ദി എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ളൊരു ചേഞ്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരുപാടൊരു മാറ്റം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വർഷമായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളിൽ പല കാര്യങ്ങളും പലരിലും കണക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എല്ലാവർക്കും എല്ലാം റെസനേറ്റ് ആവണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളോ സ്ട്രഗിൾസോ ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് മാത്രം ചിന്തിക്കുക. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം, ഒന്നും കൂടി ആ ഒരു റെസനേറ്റിങ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് രേവതിയാണ്. ഉത്രാടം നക്ഷത്രം, മാർച്ച് മന്ത്, അനിഴം നക്ഷത്രം, നമ്പർ 28, എറണാകുളം,
May month, Kottayam district. Number 23, September month, Kannur. Letter C, Chodi Nakshatram. Letter L, letter A, number 14, number 20, number 5, Kollam district, Trivandrum district. Number 27, letter D, letter R, Alappuzha. Letter S, and finally പാലക്കാട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് ഇവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു ക്ലൂസ്, അതുപോലെ തന്നെ എനർജി സിറ്റുവേഷൻസ്, ഇതെല്ലാം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഒരു വരാൻ പോകുന്ന വർഷത്തെ എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മയും സന്തോഷവും ആഗ്രഹിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും നടക്കാൻ പോകുന്ന ഒരു നല്ല വർഷമായിട്ട് മാറട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.